പാർട്ടിക്കാരല്ലേ? പാർട്ടിക്കാരെന്താ BRS കാര്യാലയത്തില്? ആർമിയും പിള്ളേരും ഉണ്ടല്ലോ. ശരിയാണല്ലോ. കല്യാണ സാരിയോ? അവന്മാർ രണ്ടും കൽപ്പിച്ചാട്ടോ. കൊച്ചവന്മാരുണ്ടല്ലോ ഉറപ്പാ. എടുക്ക് അജി. എടാ ഒന്ന് പുറത്തോട്ട് നോക്കിയടാ. പുറത്തേക്കാ? എല്ലാരും ഉണ്ട്. കല്ലിന് തല്ല് പല്ലിന് പല്ല് എല്ലുകളൂരിക്കൊടികെട്ടും പെണ്ണിന് വേണ്ടി പോരുകൾ പലവിധ ഓളക്കാടൻ കുടിപൂരം തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ താരാട്ട് വളർത്തിയ കുഞ്ഞെവിടെ കൊണ്ടെത്താടാ തെമ്മാടികളിൽ കൊച്ചി നല്ലേ ലാളു വരും. എന്തൊക്കെയുണ്ടാ പിള്ളേരെ? നമസ്തേ. രാജേന്ദ്രനല്ലേ? രാജേന്ദ്രജി ചായ കുടിക്കാൻ പോയതാ, ഇപ്പൊ വരും. എന്താ? രാജേന്ദ്രൻ വരട്ടെ, ഒരു പ്രശ്നമുണ്ട്. എന്തോ? നാട് മൊത്തം ഉണ്ടല്ലോ. കല്ലിന് തല്ല് പല്ലിന് പല്ല് എല്ലുകളൂരി കൊടികെട്ടും പെണ്ണിന് വേണ്ടി പോരുകൾ പലവിധ ഓളക്കാടൻ കുടിപൂരം തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ താരാട്ട് വളർത്തിയ കുഞ്ഞെവിടെ കണ്ടെത്താടാ തെമ്മാടികളിൽ കൊച്ചി നല്ലേ ലാളു വരും. എന്ത് പറയാനാ? എന്റെ മോളാ, എന്റെ കൊച്ചടാ. എനിക്കറിയത്തില്ല അച്ഛാ. അച്ഛൻ ആരാ? അച്ഛൻ ഞാൻ പിന്നെ എന്താ വിളിക്കണ്ടേ? റാണിയച്ഛൻ, റാണിയച്ഛൻ. നീ ആരാ? പിള്ളേര് കാര്യങ്ങൾ നോക്കിയോളൂ. എടാ നീ കൂടുതലെടുത്ത് കളിക്കാൻ നിൽക്കല്ലേ? നിന്നെ കുറിച്ചൊക്കെ എല്ലാം അറിയണം. റാണി ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. അറിയാന്ന് വെള്ളത്തിലിറക്കരുത്. ഞങ്ങൾക്ക് വാവണ്ട മാത്രമല്ല അല്ലാതെ വർത്താനം പറയാം. കൊച്ചാണ് ഞാനൊന്ന് പറയുന്നത്. പൊന്നു സഖാവെ പറഞ്ഞു കേക്ക്. ഞാനൊരു അധ്യാപകനാ. നമുക്ക് കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് തീർക്കാലോ. അധ്യാപകനെ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കണോ? ഞങ്ങളുടെ കൊച്ചവിടെ. അവനെ അറിയില്ല എന്ന് പറഞ്ഞില്ല എന്റെ പൊന്നു കൂട്ടുകാരാ. കൂട്ടുകാരനല്ല പാർട്ടിക്കാരൻ. നിന്റെ അനിയനെ എല്ലാം അറിയടാ. ഇന്നലെ രാത്രി എന്റെ ഫോണിൽ നിന്റെ അച്ഛന്റെ ഫോണിൽ നിന്റെ അമ്മയുടെ ഫോണിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഇവന്റെ നമ്പറിലേക്ക് ഇങ്ങോട്ട് വന്ന കോളല്ലേ നിന്നെ വിളിക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടം. എന്നാ ഒന്ന് അടിക്കണോ? കൂട്ടുകാരൻ സഖാവല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അവൾ എന്നെ ഇന്നലെ വിളിച്ചെന്നുള്ളത് മെസ്സേജ് എന്നുള്ളതും ഒക്കെ സത്യമാ. ഇന്ന് രാവിലെയും കൂടെ മെസ്സേജ് ഉണ്ടായിരുന്നു, കുറച്ചു നേരത്തെയും കൂടെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത് സത്യമാ. സോറി. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ അവളെന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ പോലെ അവളെന്നെ വിളിച്ചിട്ടില്ല. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുക. അവളെന്നെ വിളിക്കുന്നില്ല. റെഡി റാണി കൊച്ചി സംസാരിക്കടാ. ഫോൺ എടുക്കാൻ അവിടെ നമ്മളെല്ലാം വിളിക്കണത് ഇവനാണ്. എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കി. ഒരു സംസാരിക്കട്ടെ. എടുക്കട്ടെ. എടുക്ക് സംസാരിക്കേ. സ്പീക്കർ ഫോൺ. ഹലോ 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 റാണി. ഹലോ ഹലോ റാണി മോളെ, നീ ഇതെവിടെയാ കൊച്ചേ? നീ ഇതെന്തൊക്കെയാ കാണിച്ചു കൂടുന്നത്? നീ എന്നോട് സംസാരിക്കരുത് വിജീഷേ. നീ എന്നോട് മിണ്ടി ആ സെക്കൻഡ് മോള് കോള് കട്ട് ചെയ്യും. പിന്നെ ആരും എന്നെ കാണില്ല. റാണി മുത്തു മരിക്കാൻ പോവാ. റാണി മുത്തേ, നീ മിണ്ടരുത് വിജീഷേ.
അതല്ലേ പറഞ്ഞ മിണ്ടരുതെന്ന്. രണ്ട് കാര്യങ്ങൾ അറിയാനാ ഞാനിപ്പോ വിളിച്ചേ. അതിന് മോൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ. ആ ചോദിച്ചോ. വിജീഷ, നീ മിണ്ടരുത്. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം മതി. എന്റെ ഒന്നാമത്തെ ചോദ്യം വിജയ്, നീ എന്റെ ആരായിരുന്നു? പറ. എന്റെ മനസ്സിൽ നീ മുത്തിന്റെ ആരായിരുന്നു? എനിക്ക് അറിയണം വിജീഷേ. ഹലോ, എനിക്ക് ഉത്തരം ഇല്ലല്ലേ? ഞാൻ കോള് കട്ടിയുണ്ടോ? ഞാൻ ഒരിക്കലും പറ. ഇല്ല, എനിക്ക് മിണ്ടാവോ മിണ്ടാവോ. ആ, ഇപ്പൊ മിണ്ടാ. പറ, നീ എന്റെ ആരാ? എന്നെ നോക്കിറങ്ങി പോയി വിജീഷേ. അല്ല, ഞാൻ നിന്റെ കാമുകനായിരുന്നല്ലോ. കാമുകൻ അല്ലേ? വിജീഷ, നിനക്ക് തെറ്റിയടോ. വിജി, നിനക്കറിയാവോ, നീ എന്റെ ഭർത്താവായിരുന്നു വിജീഷേ. നീ എന്റെ അച്ഛനായിരുന്നു, ബ്രദറായിരുന്നു. എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അതറിയാവോ നിനക്ക്? എന്നിട്ട് അവന്റെ ഒരു കാമുകൻ. പൊന്ന് റാണി മോളെ, ഞാൻ എന്ത് ചെയ്തെന്ന എന്റെ പൊന്നു വച്ചേ. എടി നീ എവിടെയാ എന്റെ പുട്ട് പൊന്നെ കരളെ? ഒന്ന് പറ, നീ എവിടെയാ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ വിജി? നീ എന്നെ ഒന്ന് തിരക്കിയിട്ടുണ്ടോ വിജീഷേ? നിനക്ക് ഞാൻ വെറും കാമുകി അല്ലടോ. നീ വെറും ഫ്രോഡാടാ. മോളെ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? നീ മിണ്ടരുത് വിജീഷേ, മിണ്ടരുത്. വിജി, ഞാൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ മുത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. ഞാൻ 10 വരെ എണ്ണും മുമ്പ്, നിന്റെ മോള് എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നിന്റെ മോള് മരിക്കും മുമ്പ് എനിക്ക് മോൾക്കൊരു ഉമ്മ വേണം വിജീഷേ. ആത്മാർത്ഥമായിട്ടൊരു അന്ത്യചുംബനം. ഉമ്മ മോള് മരിക്കട്ടെ. ഞാൻ എണ്ണുവാണേ വിജീഷേ. 1. എന്നെ പൊന്നു പോലെ നോക്കുന്ന എന്റെ അച്ഛനെയും ചേട്ടനെയും അമ്മയും വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നേ. ഇറങ്ങി വന്ന എപ്പ ഇറങ്ങി വന്ന്? നീ മിണ്ടരുത് വിജീഷേ. നീ എവിടെയുള്ള എന്റെ പൊന്നു വെച്ചേ? എനിക്കറിയാൻ പാടില്ല. എല്ലാം തീരുവാടാ അല്ലേ വിജീഷേ? എണ്ണുവാടാ. 2. റെനി, ഒരു കാരണവശാലും ഈ കോള് കട്ട് ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ. കോള് കട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടത്തില്ല. നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാനുള്ള പരിപാടി എന്തെങ്കിലും നോക്കണം. ഞാൻ നോക്കട്ടെ. 3. റാണി മോളെ, നീ ചുമ്മാ ഓരോന്നും പറഞ്ഞു കുഴപ്പിക്കല്ലേ. നമുക്ക് സംസാരിക്കാലോ. സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തല്ലോ. നീ ആദ്യം എവിടെയാ ഉള്ളതെന്ന് പറ, അറിയാലോ. നീ മിണ്ടരുത്. എനിക്ക് അവസാനമായിട്ട് ഒരു ഉമ്മ മാത്രം മതി. എന്നിട്ട് റാണി മരിച്ചോളാം. പോച്ചെണ്ണട്ടേടാ. 4. പൊന്നുകൊണ്ട് ഒരു പൂക്കള സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 എന്ത് വരെ വാശിയാണോ നിനക്ക്? ഗോൾഡ് ആൻഡ് നീ എത്ര രൂപ പറഞ്ഞു പറ്റിച്ച് വാങ്ങിയിട്ടുണ്ടടാ? അറ്റ്ലീസ്റ്റ് പട്ടി. എപ്പ പറ്റിച്ച്? എങ്ങനെ പറ്റിച്ച്? പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ പറ്റിക്കുന്നതല്ലോ അല്ലേ? റാണി, ഇത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ റാണി? റാണിക്ക് വട്ടല്ലേ? നിന്റെ റാണിക്ക് ഭ്രാന്തല്ലേ? ഞാൻ നിന്റെ എല്ലാ സ്വഭാവങ്ങളും സഹിച്ചിട്ടില്ലേടാ? ആ ഉണ്ട്. നിന്റെ എല്ലാ തെറിവിളികളും ഞാൻ കേട്ടിട്ടില്ലേ? ആ ഉണ്ട്. ദേഷ്യം വരുമ്പോ നീ എന്റെ അച്ഛനെ വരെ വിളിച്ചിട്ടില്ലേ? പറ. അതുവരെ ഞാൻ സഹിച്ചില്ലേ? ഇല്ലേടാ? അച്ഛനെ ഞാൻ എപ്പോ വിളിച്ച്? നായിന്റെ മോളെന്ന് പറഞ്ഞ പിന്നെ എന്തോടാ പൊട്ടി? ഞാൻ എണ്ണുവാടാ. 6. നമ്മൾ സംസാരിച്ചാൽ ശരിയാവത്തില്ല വിജി. റാണി, നിനക്ക് ആത്മാർത്ഥത ഇല്ല വിജീഷേ. ഞാൻ എണ്ണുവാടാ. 7. നീ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ റൂമിലേക്ക് വരില്ലായിരുന്നു വിജീഷേ. അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു. എന്റെ അച്ഛനെയും ചേട്ടനെയും പിച്ചുമാമനെയും എന്റെ പൊന്നു പോലെ നോക്കി എല്ലാരും പറ്റിച്ച് ഞാൻ ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാ. എന്നിട്ടാ നീ എപ്പോ ഇറങ്ങി വന്നത്? നീ എന്തിനാ ഇത് പിന്നെ പറയുന്നേ? വിജി, നീ മിണ്ടരുത്. നീ മിണ്ടി ആ സെക്കൻഡ് മോള് കോൾ കട്ടാക്കും. ഞാൻ ഇട്ടിട്ടോ. 8. എടാ, എത്രയായി? 8.
ഒന്നുമില്ല. എന്റെ വാശി നടക്കട്ടെ. മോൾ എന്നിട്ടേടാ വിജയ്. 9. റാണി പോവാടാ. മോള് പോവാ. മോൾക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയോ? എന്റെ അച്ഛനെയാടാ വിജീഷേ. പക്ഷെ അത് നിന്നെ കാണും വരെ. അതിനുശേഷം എനിക്ക് എല്ലാം നീയായിരുന്നു. ഓക്കെ, റെഡി. പറ്റില്ലല്ലോ നിനക്ക്. മോള് മരിക്കാൻ പോവാ. ഇനി ഒരക്കം കൂടി എണ്ണിയ മോൾ ഈ ലോകത്തില്ലടാ. ആ, ശരി, എന്റെ വാശി നടക്കട്ടെ. ഞാൻ എണ്ണാൻ പോവാ. ഞാനിപ്പം 10 എണ്ണും. ഞാൻ മരിക്കുവാ. ഞാനിപ്പോ എണ്ണുവേ. റാണി മുത്തേ പൊന്നെ, നിനക്കൊരു 100 രൂപ ഞാൻ തരാ റാണി. നീ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം റാണി. ഉമ്മ ഉമ്മ, നീ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്ന റാണി? കട്ടായി ഒച്ചത്തിൽ പറയാൻ പറ്റണ. ഇവിടെ ശ്വാസം പിടിച്ച് സംസാരിക്കാൻ കുറെ നേരമായി. കട്ടായിരുന്നു. കട്ടായി പോലും. വിളിച്ചു കട്ടായി. കൊമ്പിന് മേലിൽ കുമ്പനിടി, കൊമ്പിൻ തുമ്പിൽ കുഞ്ഞുപൊടി, കൊടിപാറുമ്പോൾ അതിനവിടി. അക്കിടി തക്കിടി കൂട്ടയിടി, കൊമ്പിന് മേലിൽ കുമ്പനിടി, കൊമ്പിൻ തുമ്പിൽ കുഞ്ഞുപൊടി, കൊടിപാറുമ്പോൾ അതിനവിടി. അക്കിടി തക്കിടി കൂട്ടയിടി, കൊമ്പിന് മേലിൽ കുമ്പനിടി, കൊമ്പിൻ തുമ്പിൽ കുഞ്ഞുപൊടി, കൊടിപാറുമ്പോൾ അതിനവിടി. നിർത്ത്. എന്താ ആർവി ഇത്? അതെ, ഇത് രാഷ്ട്രീയ പ്രശ്നം അല്ലായിരുന്നു. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. ആർവി, ഇതൊരു കാര്യാലയമാണ്. നിങ്ങൾ വെറുതെ വിഷയം ഉണ്ടാക്കരുത്. ഇതെന്ത് പരിപാടിയാണ് ആർബി? നിങ്ങളുടെ കമ്മിറ്റി ഓഫീസിലാണ് ഈ പരിപാടി നടക്കുന്നത്. എന്തായാലും നമുക്ക് സംസാരിക്കാം. പറഞ്ഞു പരിഹരിച്ചുകൂടെ? ലോകമഹായുധം വരെ നമ്മൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. പിന്നെയാണ് ഈ കുടുംബകലഹം. നയന്ദ്രേ, തമാശ കളിയല്ല. ഞങ്ങളെ പെങ്കുച്ചിനെ രാവിലെ മുതൽ കാണാനില്ല. എന്റെ ഏറ്റപ്പന്നെ മോളാണ്. അതിന് അവരൊന്നും അറിയില്ലെന്ന് പറഞ്ഞ സഖാവേ. പിന്നെന്താ? എന്തായാലും ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം വെക്കാൻ പറ്റില്ല സഖാവേ. ഇതൊരു കാര്യാലയമല്ലേ, കുറച്ച് ബഹുമാനം കാണിക്കും. സതീശി, മിണ്ടാതിരി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. പുറത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ആർബി, വാ, അകത്തിരുന്ന് സംസാരിക്കാം. ആ കുട്ടിയുടെ അച്ഛനെയും വിളിച്ചോ. നയന്ദ്ര, മാനസികമായിട്ടും അല്ലാതെയും എനിക്ക് അകത്ത് കയറിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ട, അകത്തിരിക്കണ്ട, നമുക്ക് പുറത്തിരിക്കാം. വാ. മുൻവശത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. റോഡാണ്, പുറത്ത് ആള് കൂടും. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്തേ മക്കളെ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടോ? ഞങ്ങൾ 2 മക്കളാണ്. ഞങ്ങൾ ഓട്ടോയിൽ വന്ന് 4 പേരാ. ഞങ്ങൾ 4 ആള്. ആ, ആർബി, വാ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു 4 പേരെയും കൂട്ടിക്കും. വാന്നേ, എല്ലാം ശരിയാകും. വാ.